ഇത് നമ്മുടെ രേണുസുതി എന്ന് പറയുന്ന രേണാസുനയുടെ ഡാൻസാണിത്. അതിത് എവിടെയാണെന്നറിയാമോ? ദുബായിൽ, അങ്ങ് ദുബായിൽ പോയിട്ട് ചേച്ചി ഡാൻസ് കളിക്കുവാണ്. അത് കണ്ട ആ ചേട്ടന്മാരൊക്കെ പോണ നോക്കിക്കേ, നല്ല കുടിച്ച് ആർമാദിച്ച് നിൽക്കുന്ന ചേട്ടന്മാരുടെ കൂടെയുള്ള ചേച്ചിയുടെ കളി നോക്കിക്കേ. എന്തായാലും ചേച്ചിയുടെ ഒരു വളർച്ച ചേച്ചി കണ്ടോ, ചേച്ചിയുടെ ആ എനർജിയൊക്കെ നോക്കിക്കേ. ഇത് എങ്ങോട്ട് ഈ ചേച്ചി പോണേന്നോ? ചേട്ടന്മാർ കണ്ടോ ആ അടുത്ത് നിന്ന് കളിക്കുന്നത്. രാത്രി 3 മണി, വെളുപ്പിനെ 3 മണിയപ്പോഴാണ് ഈ ഡാൻസ് എന്ന് നമ്മളൊക്കെ ഒന്ന് ഓർക്കണം ചേച്ചി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ചേച്ചിക്ക് അങ്ങ് രേണു ചേച്ചിയുടെ നിക്കർ ഡാൻസ് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കി, നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ചേച്ചിക്ക് എന്തുമാത്രം കഴിവുകളാണല്ലേ. ഇപ്പം പിന്നെ വട മാറ്റിയിട്ട് ഇപ്പം ഇനി വയറിലോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. അതായത് രേണു ചേച്ചിയുടെ വയറിനിപ്പോൾ ഒരുപാട് ഫാൻസ് ഉണ്ടെന്നാണ് പറയണത്. അതുപോലെ തന്നെ മറ്റൊരു വിശേഷം കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ ചേച്ചിക്ക് 1300 സബ്സ്ക്രൈബേഴ്സിനടുത്ത് ആൾക്കാരുണ്ട് ചേച്ചീനെ നോക്കിയിരിക്കുന്നവർ, ചേച്ചിക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും കൂടി ആക്റ്റീവായിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രിപ്ഷനിലോട്ട്. നിങ്ങൾ അറിഞ്ഞോ, രേണുസുതി ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ്റെ എണ്ണം വീണ്ടും കൂടി ഇപ്പോൾ 1300-നടുത്ത് ചേച്ചിക്ക് ആയേക്കണേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വെറും 180 രൂപയ്ക്ക് ഒരു 1300 പേര് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ചേച്ചിക്ക് എത്ര ലക്ഷം രൂപ ഉണ്ടായേക്കണേന്ന്. അതായത് ചേച്ചിക്ക് ഇപ്പോൾ 2-2.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് അങ്ങ് വരുമാനമുണ്ട് അല്ലേ. എന്തായാലും ചേച്ചിയുടെ ഒരു വളർച്ച എന്ന് പറയണത് നമുക്കൊന്നും ചിന്തിക്കാനും കൂടി പറ്റുന്നില്ല. ചേച്ചി എന്തുമാത്രം കിടന്ന് അധ്വാനിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നലത്തെ സംഭവം തന്നെ, ചേച്ചി ഇന്നലെ രാത്രി ബാർ ഡാൻസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ചേച്ചി രാത്രി 3 മണിയായപ്പോൾ വരെ വന്ന് ചേച്ചി അധ്വാനിക്കണേ. ആർക്ക് വേണ്ടിയിട്ട്? സബ്സ്ക്രിപ്ഷനിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചിൻ്റെ കഷ്ടപ്പാട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവിടെയും പോയി അധ്വാനിക്കണം, ഇവിടെയും വന്ന് അധ്വാനിക്കണം. അതായത് സ്കാർട്ടൊക്കെ ഇങ്ങോട്ട് കുറച്ചൊക്കെ ഇറക്കിയിട്ട് ഒന്ന്, അതായത് ചേച്ചിയുടെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയണത് മറ്റേ തിങ്സ് ആണെന്ന് ചേച്ചി ധരിച്ചു വെച്ചേക്കണം. എന്ത് ചെയ്യാനാ, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ഇപ്പം ചേച്ചിയുടെ വേറെ കുറേ കാര്യങ്ങളും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അതായത് ചേച്ചിയുടെ വയറിനാണ് ഇപ്പോൾ ഫാൻസ്. അതായത് വട മാറ്റി പിടിച്ചു, ഇപ്പോൾ വയറിനാണ് ചേച്ചിയുടെ ഫാൻസ്. നമുക്ക് ചേച്ചി പറയണമെന്ന് കേട്ട് നോക്കാം. അപ്പം ഈ രേണുവിന്റെ വയറ് കാണുമ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചുകൂടി പ്രശ്നം. രേണുവിന്റെ വയറിന് ഫാൻസ് ഉണ്ടെന്നേ. കുശുമ്പ് കയറിയിട്ടാണ്, ഇവർക്കൊന്നും അത് കിട്ടത്തില്ലല്ലോ, അതില്ലല്ലോ, അതുകൊണ്ട് കുശുമ്പ്. ഇന്നലെ ഒരു ട്രോള് കണ്ടായിരുന്നു, തമന്നന്റെ വയറാണെന്ന് പറഞ്ഞിട്ട്. എന്റെ ദൈവമേ, ഇനി അത് മതി. അങ്ങനെ ആരും പറഞ്ഞായിരുന്നു? പറയാറുണ്ട്, ഫോട്ടോസിലൊക്കെ കാണുന്നുണ്ട്, അപ്പം പറയാറുണ്ട് തമന്നന്റെ വയറാണ്. എന്തുവാന്ന് ഇത്, കുശുമ്പ് കയറിയിട്ടാണ്. ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് കുശുമ്പ് കയറിയിട്ടേ അങ്ങ് ഇരിക്കപ്പുറതിയില്ല. എൻ്റെ ദൈവമേ, ഞങ്ങൾക്കിങ്ങനെ കുശുമ്പ് എന്ന് പറഞ്ഞാൽ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല. ഈ രേണു ചേച്ചിയുടെ വയറ് കാണാൻ നേരത്തെ എന്താ ഭംഗിയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ രേണു ചേച്ചിയുടെ വയറ് കണ്ടിട്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും കുശുമ്പാന്നാണ് പറയണത്. അത് റിയാക്ഷനോളുകൾക്ക് കുശുമ്പാണ്. ചേച്ചിയുടെ വയറ് കണ്ടിട്ട് കുശുമ്പാന്നാണ് പറയണത്. എന്താണ് ചേച്ചി ധരിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കാണെങ്കിൽ കുശുമ്പ് കയറിയിട്ട്, അതായത് എൻ്റെ മറ്റേ വിരലുണ്ടല്ലോ, വിരൽത്തുമ്പ് മുതൽ, അതായത് കാൽവിരൽ തുമ്പ് മുതൽ ഈ തലയുടെ ഉച്ച വരെ കുശുമ്പ എനിക്ക് ചേച്ചിയുടെ വയറിനോടെ. ചേച്ചിക്ക് ഇങ്ങനെ കാണിച്ചു കിടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തല്ലേ ആസ്വദിച്ചേട്ടൻ. കുശുമ്പെന്ന് പറഞ്ഞാൽ കുശുമ്പാണ്. എന്ത് കുശുമ്പാന്നറിയാമോ ഞങ്ങളെ പോലുള്ളവർക്ക്? വേറെ ഫാൻസും ഉണ്ടെന്നേ. കുശുമ്പ് കയറിയിട്ടാണ്, ഇവർക്കൊന്നും അത് കിട്ടത്തില്ലല്ലോ, അതില്ലല്ലോ, അതുകൊണ്ട് കുശുമ്പ്. പറയാറുണ്ട്, ഫോട്ടോസിലൊക്കെ കാണുന്നുണ്ട്, അപ്പം പറയാറുണ്ടെന്ന്. അപ്പൊ ചേച്ചിയുടെ വയറ് തമന്നനെ കൂട്ടിരിക്കുന്ന വയറാന്ന് ആൾക്കാരൊക്കെ പറയുന്നുണ്ടെന്ന്. അപ്പൊ ആരാണോ വയറൊക്കെ ഇങ്ങനെ അടുത്ത് നിന്ന് കാണാൻ ഭാഗ്യം ഉണ്ടായേക്കണ ആൾക്കാർ. അതുപോലെ തന്നെ ഫോട്ടോസിലൂടെ എല്ലാവരും വന്ന് പറയാറുണ്ടെന്നു, വയറ് കൊള്ളോ. ചേച്ചിക്ക് പിന്നെ ഇങ്ങനെ വട കൊള്ളാന്നും വയറ് കൊള്ളാന്നൊക്കെ പറഞ്ഞ് ചേച്ചിക്ക് ഭയങ്കര അംഗീകാരമാണല്ലോ. എന്താല്ലേ അങ്ങനത്തെ ഒരു സംഭവം ഞാനും അവനും തമ്മിൽ ലൈഫിൽ ഇല്ലെന്ന്, ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം. ആരും രേണുവിനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനൊരു സംഭവം ലൈഫിലോ ചേച്ചി, അതായത് രേണു ചേച്ചി ചിന്തിക്കാത്തൊരു സംഭവമാണെന്നാണ് പറയണത്. ഇങ്ങനെ, അതായത് ഈ അക്ഷയ, ആ മുടി വളർത്തവനുണ്ടല്ലോ, അവനായിട്ടൊരു ബന്ധവും ചേച്ചിക്കില്ല. അങ്ങനെയാണ് ചേച്ചി പറയണത്. പക്ഷെ ആരാ അങ്ങനെ പറഞ്ഞേക്കണേന്ന് അറിയത്തില്ല. ഈ ചേച്ചിക്ക് ഇവരും തമ്മിലുള്ള ബന്ധം ആരാണാവോ ഈ ചേച്ചിനെ ഇവനെയും കുറിച്ച് ഇങ്ങനെ അബദ്ധങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. പിന്നെ ഈ പുള്ളിക്കാരി നേരത്തെ എങ്ങാണ്ടും വന്ന് പറയുന്നുണ്ടായിരുന്നു, ഒരു റൂമിൽ ഒരുമിച്ചൊക്കെ താമസിച്ചിട്ടെന്നോ, ഒരു ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ടെന്നോ, അങ്ങനെ എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ആരാണാവോ അങ്ങനെ പറഞ്ഞതല്ലേ? ആ ചേച്ചി, അത് ഈ പുള്ളിക്കാരി തന്നെയാണോന്ന് അറിയത്തില്ല. ആരും അങ്ങനെ പറഞ്ഞത്
പുള്ളിക്കാർ തന്നെ ആണോ എന്നറിയത്തില്ല, ആരോ അങ്ങനെ പറഞ്ഞായിരുന്നു. അതായത് ഒരു ഫ്ലാറ്റിലോ ഒരു റൂമിലോ താമസിച്ച് പറഞ്ഞ് ഒന്നും സംഭവിക്കില്ലെന്നും, പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് വൈദ്യുതി പോകുന്ന നേരത്ത് ഇവൻ്റെ കൂടെയാണ് താമസിക്കണമെന്നും അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. ഇത് ആരാണോ ഇങ്ങനെയുള്ള അപവാദങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി വിടണത്? ആരും പറഞ്ഞിട്ടില്ല. ഇത്ര നല്ല നന്മമരമായിട്ട് ജീവിക്കുന്ന ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെ അനാവശ്യം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? അങ്ങനത്തെ ഒരു സംഭവം ഞാനും അവനും തമ്മിൽ ലൈഫിലില്ലെന്ന്, ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഇതിനകത്ത് എന്താണ് പറയാനുള്ളത്? അവര് പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തൊക്കെ ഞാൻ ആരോട് അഭിനയിച്ചാൽ അതാണല്ലോ കേൾക്കുന്നത്. ദാസേട്ടന്റെ കൂടെ ആണെങ്കിൽ അത്, പ്രതീഷിന്റെ കൂടെ ഇങ്ങനെ, ഇനി അടുത്ത ആള് വരുമ്പോ അങ്ങനെ. അതൊക്കെ കേട്ടോട്ടെ. ഇപ്പം ഒരു ഫ്ലാറ്റിൽ എന്ന് പറഞ്ഞാണ്, അവൾ ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ഇവരുടെ വിചാരം ഒരു മുറിക്കകത്ത് ഞങ്ങൾ തമ്മിൽ ഇവരുടെ മനസ്സിലുള്ള പോലത്തെയാണ് വിചാരം. ഞാനും അക്ഷയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് എനിക്ക് പറയാം, അക്ഷയ്ക്ക് പറയാം. അയ്യോ, അതിപ്പോ എന്തിനാന്നോ ഈ തുറന്നടിച്ചു വന്ന് പറയണത്? അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്. നീ അതെ, നിനക്ക് റീച്ച് കിട്ടാനാണ് നീ ഇങ്ങനെയുള്ള ഓരോ ഉടായ്പായിട്ട് ഇറങ്ങണേന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെ നീയും ഇവനായിട്ട് അവിഹിതമുണ്ടെന്നോ നീ മറ്റേ പരിപാടിയാണെന്നോ ഒന്നും ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇവളെന്തിനാ ഇങ്ങനെ പറയാം? അപ്പൊ ഇവളെന്താ ചിന്തിച്ചത്? അങ്ങനെ ആൾക്കാർ പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവള് വന്ന് പറഞ്ഞേക്കണത്. ഞങ്ങളൊരു ഫ്ലാറ്റിലോ ഒരു റൂമിലോ ഒക്കെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇവള് വന്ന് പറഞ്ഞേക്കണത്. ഇവള് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫ്ലാറ്റിൽ താമസിച്ചെന്ന് എന്താ കുഴപ്പം എന്ന് ഇവള് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ പറയണത് നമ്മളാണ് അങ്ങനെയൊക്കെ പറയണതെന്ന്. ആണല്ലോ ഈ ചേച്ചി ഇങ്ങനെയൊക്കെ പറയണത്. എന്തൊക്കെ വന്നാലും വലിയ സെലിബ്രിറ്റി അല്ല, അതുപോലെ തന്നെ ഇത്രയും സബ്സ്ക്രിപ്ഷൻസ് ആൾക്കാരൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ വാക്കൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി പറയാമോ?